ആ ഗൈസ് എൻ്റെ റൂമിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ കിച്ചണിലേക്ക് പോവാണ്. നമ്മളെ അടുക്കള. അങ്ങനെ നമ്മൾ ഗ്യാസിലുണ്ട് കേട്ടോ. ഗ്യാസിലിട്ട് ഇവിടെ നമ്മൾ യു എയിൽ ഗ്യാസിലില്ല പറയരുത്, പക്ഷേ നമുക്ക് ഓവനുണ്ട്. ഓവനിൽ ഏതോ ഒരു കുട്ടി നെയ്ച്ചോറാണ് ഉണ്ടാക്കി വെച്ചത്. ഓക്കെ, അത് ഞാൻ അടുത്ത് കഴിക്കണം വിചാരിച്ചതിന് ശേഷം മോശമല്ലേ, നമ്മൾ മലയാളികളല്ലേ. പക്ഷെ അതിന് മുന്നേ എൻ്റെ കുക്ക് ചെയ്ത ഫുഡ് ഞാൻ കുക്ക് ചെയ്തതൊന്നുമല്ല കേട്ടോ. മേടിച്ച് രണ്ട് ദിവസം മുന്നേ മേടിച്ച പൊറോട്ടും, അത് സോറി 2 ദിവസമല്ല, ഇന്നലെ മേടിച്ച് വെച്ച പൊറോട്ടും ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ഓൾമോസ്റ്റ് ചീത്തായിട്ടുണ്ട്. അത് ഞാൻ നൈസായിട്ട് വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പൊറോട്ടൻ്റെ ഭാഗം മാത്രം കഴിക്കാൻ പോകണം. ഇതല്ല അവിടുത്തെ അവസ്ഥ. കാരണം ആരും പണക്കാരൻ ഒറ്റയടിക്ക് ആവില്ല. കിച്ചണിൽ കാണിച്ചു തരാം. കിച്ചണിൽ നല്ല പ്ലേറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ പേരും ഇവിടെ ഉണ്ട്. കിച്ചണിൽ കുക്ക് ചെയ്യാൻ ഇവിടെ ഉണ്ട്. ഇവിടെ നേരത്തെ ഒരു കുട്ടി വന്ന്, ഈജിപ്തിൻ്റെ കുട്ടിയാണ്, അവൾ വന്നിട്ട് കുക്ക് ചെയ്ത് പോയി. ഞാൻ ചോദിച്ച് ഫുഡ് ഉണ്ടല്ലോ കേട്ടോ, കാരണം വെള്ളം ഉണ്ടോ, കുറച്ച് വെള്ളം കുടിക്കേണ്ടത് ചോദിച്ചോട്ടാ. അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ നമ്മൾ മലയാളീസ് മാത്രമൊന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യും എനിക്കിവിടെ. കാരണം നമ്മൾ കണ്ടില്ല മനുഷ്യൻ്റെ മനസ്സിലെ ഏറ്റവും വലുത്. മനുഷ്യൻ്റെ മനസ്സിലും പറയുമ്പോൾ ഇത് ഇത്തിരി മൂട് കാണിക്കാതെ. മനുഷ്യൻ്റെ മനസ്സ് വലുത് പറയുമ്പോൾ മലയാളീസ് കോഴിക്കോട് അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല. ഞാൻ കോഴിക്കോടാണ് ആയിട്ടല്ല പറയുന്നത്. പക്ഷെ എല്ലാവരും ഇവിടെ ഒന്ന് സപ്പോർട്ടീവാണ്. കുറേ ആൾക്കാർ സപ്പോർട്ടീവ് ആയിരുന്നു. കുറേ ആൾക്കാരെന്നെ പറ്റിച്ചിട്ടുണ്ട് ഇവിടെ. പറ്റിക്കുക പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പറ്റിക്കുക പറഞ്ഞാൽ നാളിനെ കൊടുക്കുക. പക്ഷേ ഇവിടെ ഒന്നും നാളിനെ കൊടുക്കാൻ പറ്റില്ല. പറ്റിച്ച അവസ്ഥയിൽ നമ്മൾ നിൽക്കേണ്ടി വരും. വായകൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. എന്തായാലും ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം. നാളെ ഒരു ഇൻ്റർവ്യൂലുണ്ട്. ഇത് സെറ്റാക്കാം എന്തായാലും. അപ്പോൾ സെറ്റായിട്ടുള്ളൂ, നാളെ വരുള്ളൂ എന്തായാലും. അപ്പം ഗുഡ് നൈറ്റ്.